നമസ്കാരം. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി വളരെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് വളർന്നു കയറിയ ഒരു സംരംഭത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. ഏകദേശം 5000-ലധികം നഴ്സിംഗ് വിദ്യാർത്ഥികളെ, ആതുര ശുശ്രൂഷകരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യാനായിട്ട് അവസരമൊരുക്കിയ വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന്റെ സാരഥികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്നേഹാദരങ്ങളോടെ സ്വാഗതം. വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടേഴ്സായ രാഹുൽ ആൻഡ് സാബു. വലിയ ആഹ്ലാദത്തോടെയാണ്, സന്തോഷത്തോടെയാണ് നമ്മളിപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡ്രീം, ആ ഡ്രീമിൻ്റെ ഒരു സബലീകരണം, ഒരു ഫുൾഫിൽനെസ്, അതൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു അഡ്മിഷൻ ടൈം കൂടിയാണ്. ഈ മെയ് ജൂൺ മാസങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പുതിയ തലമുറയെ, ഒരു പുതിയ ജനറേഷനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. 2019 വളരെ ലളിതമായിട്ടുള്ള നമ്മുടെ ഒരു തുടക്കം. അതിനുശേഷം ഇപ്പോൾ ഒരു 7 വർഷമാണ് നമ്മൾ പിന്നിടുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു ആശയത്തിലേക്ക് നമ്മൾ എത്തിയത്? ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സിക്യൂഷൻ പാർട്ടിലേക്ക് എത്തിയത്? ഞാൻ സാബു സാറ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നവരായിരുന്നു. ഞാൻ മാർക്കറ്റിംഗ് ആണ് നോക്കുന്നത്, സാറ് ടീച്ചിങ് സൈഡാണ്. അപ്പോൾ ഞാൻ 5 വർഷം വേറെ സ്ഥാപനത്തിലും അതേ സ്ഥാപനത്തിൽ തന്നെ സാറും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് വേറൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട് വേറെ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ നമുക്ക് അവിടുന്ന് സ്വന്തമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു. അതെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെയാണ് സാബു സാറ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല. കാരണം പെട്ടെന്ന് നമുക്ക് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിതികളും ബുദ്ധിമുട്ടാണ്. അതിനുശേഷമാണ് നമുക്കൊരു ആദ്യം സ്റ്റാർട്ടിങ്ങിൻ്റെ ഐഡിയ തോന്നിയത് സാറിൻ്റെ വീട്ടിൽ കാർ ഷെഡിലാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഒരു കാർ ഷെഡിൽ വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു. നമുക്കൊരു സ്പേസ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് കുറവും. നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് എടുത്തിട്ട് നമ്മളവിടെ ചെയ്യുമ്പോൾ അവിടെ അഡ്മിഷൻ വരെ അതിൻ്റെ റെൻറ്റ് കൊടുക്കാൻ, പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ് കൊടുക്കണം. അപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടായിരുന്നു. അഡ്മിഷൻ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ചെറിയൊരു സ്പേസ് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എവിടെയായിരുന്നു തുടക്കം? നമ്മുടെ പറവട്ടാനിയാണ് എൻ്റെ വീട്. അപ്പോൾ ബേസിക്കലി ഞങ്ങൾക്ക് വേറെ സ്പേസസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തൃശ്ശൂർ ടൗണിന്റെ അപ്പോൾ വളരെ ടൗണിൻ്റെ അടുത്താണ്. എന്നാൽ ടൗണിൽ നിന്ന് കുറച്ച് തൃശ്ശൂർ ടൗണിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിലുള്ള വിദ്യാർത്ഥികളെ പറവട്ടാനിയിലേക്ക് എത്തിച്ചിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ ഫേസ് ആയിരുന്നു പറവട്ടാനി എന്ന് പറയുന്നത്. അതിലും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറവട്ടാനിക്ക് കുട്ടികൾ എത്തുക എന്നുള്ളത് നമുക്കൊരു ടൗണിൽ നിന്ന് കുറച്ചുകൂടി വിട്ട്, അത് സാറിൻ്റെ വീട്ടിലാണ്, നമ്മളിപ്പോൾ ടൗണിലൊരു ഓഫീസിലല്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ അവരെ അവിടെ ടൗണിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. അത് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടി വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ആ ഒരു പ്രിമിസസിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്റ്റുഡൻസിന്റെ കൗണ്ട് കഴിഞ്ഞു. തുടങ്ങുമ്പോൾ എത്ര കുട്ടികളായിരുന്നു? ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് 3 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. 3 പേരെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ വളരെയധികം ലളിതമായിട്ടുള്ള ആ ഒരു തുടക്കം സ്റ്റാർട്ട് ചെയ്തത്. 3 പേരെ സ്റ്റുഡൻസ് ഇപ്പോൾ നിർത്തി. അവർ പാസ്സായിട്ടുണ്ട്. അതിൽ കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്ന സ്ട്രഗിള് ഓവർകം ചെയ്തു. അത് ഈ ഒരു ലെവലിലെത്താൻ ഞങ്ങൾ 2 പേരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടീം. അപ്പോൾ ഞങ്ങളുടെ ടീമിന് വലിയൊരു ഹാൻഡ്സ് ഓഫ്. ഡെഫിനറ്റ്ലി അവർ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റേജിലെത്തിയത്. ആദ്യത്തെ നമ്മുടെ 3 വിദ്യാർത്ഥികൾ, അവരുടെ പേരുകൾ ഇപ്പോഴും ഓർമ്മയിലുണ്ടോ? ഓർമ്മയുണ്ട്. അവരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഇപ്പോഴും നല്ല ഹൃദ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവരുടെ റെഫറൻസിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അവിടെ വന്ന് പാസ്സായി പോയി. കാരണം നമ്മുടേക്കാൾ കൂടുതൽ ടെൻഷൻ അവർക്കും കൂടി ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ റിസൾട്ടാണ് നമുക്ക് ആദ്യം കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ പാസ്സാവുക എന്നുള്ളത് അവരുടെയും കൂടി ഒരു... അവരിപ്പോൾ എവിടെയാണ് നമ്മുടെ ആദ്യത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അവർ കേരളത്തിലായിരിക്കാൻ സാധ്യതയില്ല. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഗൾഫ് കൺട്രീസിലാണ് കൂടുതൽ. 3 പേരുണ്ട്. ഇനീഷ്യൽ ഫേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രൊമട്രിക്കാണ്. ഒമാൻ പ്രൊമട്രിക് എക്സാമിനേഷൻ്റെ 3 കുട്ടികളാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു DH വന്നു. പിന്നെ ഗ്രാജുവലി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവരുടെ കെയർ ഓഫിൽ സ്റ്റുഡൻസ് കയറി വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കുറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആമ്പക്കാടൻ ജംഗ്ഷൻ, അവിടെ ഒരു സെന്റ് തോമസ് കോളേജിൻ്റെ അടുത്ത്. ടൗൺ പ്രോപ്പർ ടൗൺ തന്നെയാണ്. അത് ഏത് വർഷമായിരുന്നു? കോവിഡ് കഴിഞ്ഞിട്ടായിരുന്നു? അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ എടുത്തു. കാരണം നമുക്കൊരു 3 സ്റ്റുഡൻസ് 4 കുട്ടികൾ വന്നപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ആയി. നമുക്ക് കൂടുതൽ സ്റ്റുഡൻസ് വരുന്നുള്ള
എന്നുള്ള കോൺഫിഡൻസ് ആയി. അപ്പോൾ തന്നെ നമ്മൾ ടൗണിൽ സെൻറ് തോമസ് കോളേജിൻ്റെ അടുത്തൊരു ചെറിയൊരു ഫ്ലോർ എടുത്തു. പിന്നെ അത് ഗ്രാജുവലി എക്സ്റ്റെൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് ആ ബിൽഡിംഗ് കംപ്ലീറ്റ് നമ്മുടെ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാ കോഴ്സസും ഉണ്ട്. IELTS, OET, PT, ജർമ്മൻ, അലൈഡ് ഹെൽത്ത് സയൻസ് നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു. അതിൽ നല്ലൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ഫോക്കസ് വരുന്നത് ജർമ്മനാണ്. ഇപ്പോൾ ജർമ്മനാണ് കൂടുതൽ വേക്കൻസീസും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ സ്കോപ്പ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസ് അതിന് വരുന്നു. ഒരു 2-3 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് OET ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ OET ഓക്കെയാണ്, എന്നാൽ പോലും കൂടുതൽ ഫോക്കസ് വരുന്നത് ജർമ്മനാണ്. കൂടുതൽ സ്റ്റുഡൻസും ഓൺലൈൻ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റുഡൻസും കൂടുതലും വരുന്നത് ജർമ്മനാണ്. അതിൽ നല്ലൊരു റിസൾട്ടും നമുക്ക് ഇപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ടാണ് വളരെയധികം പുതിയ കുറേ കോഴ്സുകൾ, അതിൻ്റെ ജോലി സാധ്യതകൾ ഒക്കെ നമ്മുടെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ അതിൽ വളരെയധികം ഫോക്കസ്ഡായി തുടങ്ങിയത്. അപ്പോൾ IELTS എന്നുള്ളൊരു കോഴ്സ്, നമ്മൾ പെട്ടെന്ന് IELTS പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോകാം, അല്ലെങ്കിൽ വളരെയധികം ജോലി പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. വളരെയധികം ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ്, ആ കോഴ്സിൻ്റെ ഒരു സാധ്യതകൾ, അതുപോലെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കോഴ്സുകൾ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ ആധികാരികമായിട്ട് പറയാൻ അറിയുന്ന ഒരാളെന്ന രീതിയിൽ, വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സാരഥി എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? നമുക്കിപ്പോൾ മലയാളി നേഴ്സസിന് എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു സമയത്ത് ഗൾഫ് കൺട്രീസിലേക്കായിരുന്നു, അത് കഴിഞ്ഞ് UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മലയാളി നേഴ്സസിന് എല്ലാ സമയത്തും അവസരങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഒരു സമയത്ത് നമുക്ക് UK ഒരു കോവിഡിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരുപാട് വേക്കൻസീസ് നമുക്ക് UK, അയർലൻഡ് പല സ്ഥലങ്ങളിലേക്കും വന്നു. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് ഫാമിലീസ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു നേഴ്സ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ ഒരു ഫാമിലി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ആ ഒരു അവസരം വിനിയോഗിച്ച് പുറത്തു പോയി. ഇപ്പോൾ നിലവിലെ അതുപോലെ വേക്കൻസി വരുന്നത് ഇപ്പോൾ ജർമ്മനിയിലേക്കാണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോ അവസരമാണ്. അപ്പോൾ നമുക്ക് അവസരങ്ങൾ വരുന്ന ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്ഥലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പുതിയൊരു കോഴ്സ് പഠിക്കാനായിട്ട് വരുന്നു. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്, SSLC കഴിഞ്ഞ ഉടനെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നവരുണ്ട്. അപ്പോൾ പലപ്പോഴും അവരെ ചൂസ് ചെയ്യുന്നതും അവർക്ക് ഗൈഡൻസ് നൽകുന്നതൊക്കെ രക്ഷിതാക്കളായിരിക്കും. അപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഫീഡ്ബാക്ക്സ് നമ്മൾ എപ്പോഴും എടുക്കും. സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് എടുക്കും, നമുക്ക് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് എടുക്കും. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കുറച്ചും കൂടി ടീച്ചർ സെൻറ്റേഡ് ആയിരുന്നു ക്ലാസ്സസൊക്കെ. ടീച്ചർ എന്ത് പറയുന്നു അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റുഡൻറ് സെൻറ്റേഡ് ആണ്. സ്റ്റുഡൻറ്റ് എങ്ങനെ ഫ്ലെക്സിബിളായി അവരെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം റിസൾട്ടിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതിന് സ്റ്റുഡൻസിന് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, അവരുടെ പാരൻസിന് കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യേണ്ടി വരും. അവരുടെ കൗൺസിലിംഗ് പ്രോസസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ്. അപ്പോൾ സ്റ്റുഡൻസ് പല ഏരിയയിലുള്ള പല ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് വരും. അതെ, പല സ്വഭാവങ്ങളുള്ള സ്റ്റുഡൻസ് വരും. അതെ, അവരുടെ ഫാമിലിയിൽ ഹിസ്റ്ററിയിൽ പ്രശ്നങ്ങളുണ്ടാവും, ഒരു പക്ഷേ ഉണ്ടാവാതിരിക്കാം. ഇനി സൈക്കോളജിക്കലി അവർക്ക് എന്തെങ്കിലും ചെറിയ ട്രോമാസ് ഉണ്ടാവും, ചിലപ്പോൾ ആങ്സൈറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പല സ്റ്റേജിൽ പല രീതിയിലുള്ള സ്റ്റുഡൻസിന് നമുക്ക് ടാക്കിൾ ചെയ്യുന്ന കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വലി അവരുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓവർകം ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസിന് നമ്മൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാമിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റുഡൻസിനെ കൗൺസിൽ ചെയ്യുക എന്നുള്ള കാര്യം. അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ബേസിക്കലി ഐഡൻറ്റിഫൈ ചെയ്താലാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് നോളജിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും, ചില സമയത്ത് ലാംഗ്വേജ് പ്രോബ്ലംസ് ആയിരിക്കും, അത് ചിലപ്പോൾ അവരുടെ കോംപ്രിഹെൻഷൻ്റെ പ്രശ്നങ്ങളായിരിക്കും. ഇതെന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ത്രൂ ഔട്ട് ഫ്രം ദി ഡേ 1 ഓൺവേർഡ്സ് നമുക്ക് ത്രൂ ഔട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ സ്റ്റുഡൻസ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ചില സ്റ്റുഡൻസ് ഭയങ്കര സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ എക്സാമിൻ്റെ സമയത്ത് ആങ്സൈറ്റി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഡൗൺ ആവും. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ബ്ലൈൻഡായി പോവുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറേ ടിപ്സുകൾ കൊടുക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ടിപ്സ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് എക്സാം വരുന്നത്, എക്സാമിൽ എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫോർസീ ചെയ്യേണ്ടി വരും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം ടിപ്സിലും കൂടി പറയുമ്പോൾ ആ സ്റ്റുഡൻസ് വളരെയധികം എന്ത് ചെയ്യും, റിസൾട്ടിലേക്ക് എളുപ്പത്തിലെത്തും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് റിസൾട്ടിലേക്ക് പോകാറുണ്ട്. പിന്നെ പാരൻസ് ഇത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. അവർ ഞങ്ങളുടെ അവിടെ ഒരു കോമൺ പ്രോസസ്സാണ് കേക്ക് കട്ട്. ഏത് കുട്ടി പാസ്സായാലും ഞങ്ങളുടെ അവിടെ ഒന്ന് കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ പാരൻസ് വരും, അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കുറേ താങ്ക് യു, വളരെയധികം സന്തോഷവും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇപ്പോൾ +2ൻ്റെ റിസൾട്ട് വരാനായിട്ട് പോവുകയാണ്. +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ +2ൻ്റെ ഒരു മാർക്ക് എന്നതിലുപരിയായിട്ട് ഇനി തുടർന്നങ്ങോട്ടുള്ള ഒരു പഠനം ഏത് വഴിയിലൂടെ ആയിരിക്കണം നമ്മൾ ഒഴുകി പോകേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ പാരൻസിൻ്റെ ഭാഗത്തുനിന്നും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ അതിനുള്ളൊരു പഠനം, അത്
അതൊരുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സാരഥി എന്ന രീതിയിൽ, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് നോക്കുന്ന ആളെന്ന രീതിയിൽ രാഹുൽ സാറിന് എന്താണ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത്? ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കെന്ന് പറയുമ്പോൾ അവർക്ക് പല കുട്ടികളും പുറത്ത് പോയി പഠിക്കുക എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നതാണ് ജർമ്മനി. അപ്പോൾ ജർമ്മനി എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ജർമ്മനിയിലുണ്ട്. അപ്പോൾ നേഴ്സസിനാണെങ്കിലും ഇപ്പോൾ അവിടെ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജർമ്മനി. അപ്പോൾ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് അവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ജർമ്മൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാവുന്ന സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു സ്ഥാപനം വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. ഒരുപാട് തലമുറകൾക്ക് നമ്മൾ അവരുടെ കരിയറിനുള്ള ഒരു റൈറ്റ് വേ നമ്മൾ ഒരുക്കി കൊടുത്തു. അപ്പോൾ അതിലൂടെ നമ്മുടെ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഒരു വലിയ റെപ്യൂട്ടേഷൻ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന് ഒരു വലിയ വാല്യൂ ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, നമ്മളവിടെ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇതിനപ്പുറം നമുക്ക് അവർക്കൊരു ജോബ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ വലിയ വലിയ റിലേഷൻഷിപ്പിലൂടെ നമുക്ക് അവർക്കൊരു ജോബ്, ഒരു ജോബ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ചും വിദേശ നാടുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ തന്നെ ഒരു കണക്ഷനിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കാനായിട്ട് വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കാറുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് കുറേ പേര് പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ പല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നല്ല ഹോസ്പിറ്റൽസ്, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വൺസ് ഒരു കുട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജോബിൻ്റെ കാര്യം കൂടി നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു പർട്ടിക്കുലർ നീഡ് ഉണ്ടെങ്കിൽ ആ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, അവരുടെ ആ നീഡ് ഫിൽ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഓവർകം ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി നമ്മുടെ വിഷൻ ലേണിംഗിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട്, നമ്മുടെ സ്റ്റുഡൻസായിട്ട് അവരുടെ ആരംഭകാലത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലൈഫ് ലോങ് തുടരാനാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മളെപ്പോഴും ആ പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് വലിയൊരു ബെനിഫിറ്റാണ്. അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റുഡൻസ് വരികയാണെങ്കിലും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 7 വർഷം പിന്നിടുകയാണ്. ഏതാണ്ട് 5000-ലേറെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലൂടെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജോബ് നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വർഷങ്ങളിലെ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി രൂപീകരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്, ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് കൂടിയാണ് റീഫണ്ട് എന്നൊരു ആശയം, നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ വെക്കുന്നത്. എങ്ങനെയാണ് ഈ റീഫണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതായത് ഇവിടെ പഠനം തേടിയെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആ ഒരു സമ്പൂർണ്ണ സംതൃപ്തി ലഭിച്ചില്ലെങ്കിൽ ആ ഒരു കോഴ്സ് ഫീ റീഫണ്ട് ചെയ്യുമെന്നുള്ളൊരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അതിനുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ശരിയാണ്. നമ്മൾ അത്രയും ഗ്യാരണ്ടി നമുക്ക് പറയുന്നുണ്ട്. നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചിങ് സ്റ്റാഫിൻ്റെ മുകളിലുള്ള നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ ഒരു ട്രെയിനിങ് മെത്തേഡ്, നമ്മുടെ ക്ലാസ്സും അവർക്ക് വേണ്ടി, അവരെ പാസ്സാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് എന്താണോ മാക്സിമം നമ്മൾ ചെയ്യും. അത് ചെയ്തിട്ട് അവർ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസ് റീഫണ്ട് ചെയ്യുന്ന ഒരു ഓഫർ, അത്രയും ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ട്രെയിനേഴ്സിൻ്റെയും നമ്മുടെ സ്റ്റാഫിൻ്റെയും അവരുടെ കഴിവിലുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ റിസൾട്ട്സ് നമുക്ക് വളരെ നല്ല റിസൾട്ട്സ് ഉണ്ട്. ഈ റിസൾട്ട്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റീഫണ്ട് പോളിസി പറയുന്നത്. പല കോഴ്സുകൾക്കും നമുക്ക് സ്റ്റുഡൻസ് ഫെയിലിയേഴ്സ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആ റിസൾട്ട് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ റീഫണ്ട് പോളിസീസ് പറയാം. കാരണം ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു എഫിഷ്യൻസിയുടെ ഒരു ഇമ്പ്രഷൻ തന്നെയാണ് റീഫണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡെഫിനറ്റ്ലി സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ റീഫണ്ട് കൊടുക്കുമെന്ന് പറയുന്നത്. അതിൽ കുറേ സ്റ്റുഡൻസ് ഹാപ്പിയാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ, നമ്മുടെ ആത്മവിശ്വാസമാണല്ലോ പ്രതിഫലിക്കുന്നത്. ഈ മേഖലയിൽ പ്രത്യേകിച്ചും IELTS പോലെയുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്താറുണ്ട്. പലതും 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ ഉണ്ടാവാറുണ്ട്. കാരണം ആ ഒരു റെപ്യൂട്ടേഷൻ എന്നുള്ളൊരു സംഭവം ഒരിക്കലും പെട്ടെന്ന് ഒരു സ്ഥാപനത്തിന് അത്ര പെട്ടെന്ന് ആർജിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും താങ്കൾ 7 വർഷം പിന്നിട്ടിരിക്കുകയാണ്, വളരെ വിജയകരമായിട്ട് 7 വർഷം പിന്നിടുന്നു. അതോടൊപ്പം തന്നെ 5000-ലേറെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് താങ്കളിലൂടെ ജോലി ലഭിച്ചു കഴിഞ്ഞു പല രാജ്യങ്ങളിലായിട്ട്. ഈ വിദ്യാർത്ഥികളുമായിട്ട് ഈ 7 വർഷവും നമ്മളിലൂടെ ഒരുപാട് തലമുറകളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം അവരാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അവർ നൽകുന്ന ഓരോ ടെസ്റ്റിമോണിയിലും നമുക്ക് വളരെയധികം വില പിടിച്ചതാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ഈ സ്ഥാപനം വിട്ടിറങ്ങിയാലും ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയാലും അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് കുട്ടികൾ, നമുക്കിപ്പോൾ എല്ലാ വീക്കിലും ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് വരാൻ പറ്റാത്ത കുട്ടികൾ, പല കുട്ടികളും
വിദേശത്തായിരിക്കും, അവർ ഓൺലൈൻ ക്ലാസ് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് വീഡിയോസ് അവർ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് അവരാണ് നമ്മുടെ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതൊക്കെ കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് അവരാണ്. അവരുടെ റിസൾട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. വേറെ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ എത്രത്തോളം നമ്മൾ ഫണ്ട് മുടക്കി മാർക്കറ്റിങ്ങും കാര്യങ്ങളും ചെയ്താലും മൗത്ത് പബ്ലിസിറ്റി ഇല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 7 to 8 ഇയേഴ്സ് നമ്മളിപ്പോൾ ഇതിൽ സർവൈവ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ മൗത്ത് പബ്ലിസിറ്റിയാണ്. കാരണം ഒരു കുട്ടി പാസ്സായതിനാൽ ഡെഫിനറ്റ്ലി അവർ റെക്കമെൻഡ് ചെയ്യും. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അതെ, ഡെഫിനറ്റ്ലി. കാരണം അവരൊക്കെ ഒരു സർവൈവൽ സ്ട്രഗിൾ ഫേസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പോൾ അതിൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫർദർ ആയിട്ടുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസ് വരും. ഡെഫിനറ്റ്ലി അത് ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗ്രോത്തിന്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സും അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ലാക്കിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നമ്മുടെ അടുത്ത് വന്ന് ഇൻഫോം ചെയ്യും. എങ്ങനെ ഈ സിസ്റ്റത്തിലൊരു പ്രശ്നമുണ്ട്, ഓക്കെ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ സാറുണ്ടാവും അല്ലെങ്കിൽ ഞാനുണ്ടാവും. ഇനി ഇതെല്ലാം ഞങ്ങളുടെ വേറെ സൂപ്പർവൈസർ ടീച്ചേഴ്സ് ഉണ്ട്. അവരത് ഫോഴ്സ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ റെക്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തോളും. അതുകൊണ്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും വേണം. എന്നാലേ നമുക്ക് ആ ക്വാളിറ്റി ടീച്ചിങ് കൊടുക്കാൻ പറ്റുള്ളൂ, ക്വാളിറ്റി സർവീസ്. ഏത് കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക, പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ വേണ്ട ചേഞ്ചസ്, അപ്ഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു 1 വർഷം 2 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ടീച്ചിങ് ടെക്നിക്കല്ല ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓരോ 1 മാസം 2 മാസം കൂടുമ്പോൾ സിലബസസ് ചേഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചേഞ്ചസ് വരും. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സിലബസ് നമ്മൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ റിവൈസ് ചെയ്ത സംഭവങ്ങൾ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ബാക്കിയുള്ള ടീച്ചേഴ്സിന് അത് എന്ത് ചെയ്യാൻ പറ്റണം, പറഞ്ഞു കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് സ്റ്റുഡൻസിനും അത്. കാരണം ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സാധ്യതകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അതിൽ അപ്ഡേഷൻസ് ഓരോ എക്സാമിനേഷനും വരുമ്പോൾ അപ്ഡേഷൻസ് ഉണ്ട്. ആ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്തെടുക്കുക, അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുക. എന്നാലേ നമുക്ക് സ്റ്റുഡൻസ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കലും ഇനീഷ്യൽ ഫേസിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പറഞ്ഞ പോലെ കുറേ പ്രശ്നങ്ങൾ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അവർ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻ സർവീസ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ടാവില്ല. ആ ഇനീഷ്യൽ ഫേസിലൊരു പുഷ് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ അതിങ്ങനെ ഗ്രാജുവലി ഡീക്ലൈൻ ചെയ്ത് റിസൾട്ട്സ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ റിസൾട്ട് ഉണ്ടാവും. ചെറിയ പ്രോഗ്രസ്സുകളായിരിക്കും, പക്ഷേ ആ ചെറിയ പ്രോഗ്രസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റുഡൻസിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു അക്കാദമിക് ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്, പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ 7 വർഷങ്ങൾക്കിപ്പുറം വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ട്രെയിനിങ് ആണ്, പിന്നെ നഴ്സസ് പ്രൊമട്രിക് എക്സാമിനേഷൻ, ഈ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പുതിയത് ലോഞ്ച് ചെയ്തിട്ടുള്ള അലൈഡ് ഹെൽത്ത് സയൻസ് ആണ്. അപ്പോൾ നഴ്സസ് ഒക്കെ കണ്ടവൻ പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കുറേ ഫീഡ്ബാക്സ് വരാറുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ലാബ് പ്രൊമട്രിക് എക്സാമിനേഷൻസ്, അതുപോലെ ഫിസിയോതെറാപ്പിയും റേഡിയോഗ്രഫി, ഒപ്റ്റോമെട്രി, ഇതിനൊന്നും കാര്യമായ കോച്ചിങ് സെൻറ്റേഴ്സ് കേരളത്തിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് റിക്വസ്റ്റ് വരാറുണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തുകൂടെ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് വളരെയധികം സ്റ്റുഡൻസ് നമുക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങി. അത് പതുക്കാൻ എന്ത് ചെയ്യാണ്, അവർ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ അടുത്ത സ്റ്റെപ്പ് അലൈഡ് നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓൾറെഡി റണ്ണിങ് ആണ്, ഫ്ലറിഷിംഗ് ആണ്, കുഴപ്പമില്ല. അതിൻ്റെ ഒരു അടുത്ത ഫേസ്, കാരണം നമ്മൾ ഓൺലൈനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻസിനൊക്കെ എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻസിനൊക്കെ എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 12 hours ഒക്കെ ഡ്യൂട്ടി. അപ്പോൾ നഴ്സസ് ആണെങ്കിലും ഫാർമസിസ്റ്റ് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കണ്ടിന്യൂസ് ഡ്യൂട്ടി വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ പോസിബിൾ അല്ല. അതൊരു ഫാക്ട് തന്നെയാണ്. ഇനിയൊരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഫ്ലറിഷിംഗ് ടൈമാണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫ്ലെക്സിബിൾ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് മോർണിംഗ് ആണ് ഡ്യൂട്ടി എങ്കിൽ ആഫ്റ്റർനൂൺ അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ആഫ്റ്റർനൂൺ ഡ്യൂട്ടി എങ്കിൽ മോർണിംഗിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അവരുടെ നീഡ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സസ് എടുത്തു കൊടുക്കുക. മറ്റേ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഫിക്സഡ് ടൈമിലായിരിക്കും അവർക്ക് ക്ലാസ്സസ്. ഇപ്പോൾ 2 ദിവസം അവർക്ക് കണ്ടിന്യൂസ് മോർണിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ആ ക്ലാസ് മിസ്സായി പോകും. ഇവിടെ അങ്ങനെയല്ല, ഫ്ലെക്സിബിൾ ടൈമിംഗ്, അതായത് വിത്തിൻ 12 hours നിങ്ങൾ ഇൻഫോം ചെയ്യണം ഇന്ന ടൈമിൽ ക്ലാസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ ആ ക്ലാസ് ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ വേർഷൻ വേറൊരു സൈഡ് ഉണ്ട്. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സസിൻ്റെ ഫുൾ ഫ്ലറിഷ് ആയിട്ട് ക്ലാസ് അല്ല, അതിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് നമ്മൾ റെക്കോർഡഡ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് അതെ. അപ്പോൾ ഈ വീഡിയോസ് അവർ ക്ലാസ്സിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, പല കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ പാസ് ഔട്ട് ആയിട്ട് ഓൾമോസ്റ്റ് 6 to 7 years ആയി ഉണ്ടാവും. അപ്പോൾ 6 to 7 years മുമ്പുള്ള സിലബസ് ഒന്നും അവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, സബ്ജക്റ്റായിട്ട് ടച്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
പറയുന്നത് ഇവരെ ഒന്ന് കണക്ട് ചെയ്യണം. അതാണ് ആദ്യം വേണ്ടത്. അല്ലാണ്ട് 15 ഡേയ്സിന് ക്ലാസ് എടുത്ത് കൊടുക്കുക, 30 ഡേയ്സ് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ഇതിൽ ഇവരെ ഫ്രൂട്ട്ഫുൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കൺസെപ്റ്റുകളൊക്കെ അവരെന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം, റിഫ്രഷ് ചെയ്തെടുക്കണം. അതിനാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കൊടുക്കുന്നത്. ഈ റെക്കോർഡഡ് ക്ലാസ്സസ് കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിലൊരു പ്രീ അസസ്മെൻറ്റ് ക്ലാസ്, പ്രീ എക്സാമിനേഷൻസ് ഉണ്ടാവും. ആ പ്രീ അസസ്മെൻറ്റ് എക്സാമിനേഷൻ അതുപോലെ തന്നെ ഈ റെക്കോർഡഡ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർ ഒന്ന് റിഫ്രഷ് ആവും. അതിന് ശേഷം ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ക്ലാസ്. ആ ഇൻഡിവിജ്വൽ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ അപ്ഡേഷൻസും കൂടി ആഡ് ചെയ്യും. ഒരിക്കലും റെക്കോർഡഡ് വീഡിയോസ് കംപ്ലീറ്റ് അല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇൻഡിവിജ്വൽ ക്ലാസ്. ആ ഇൻഡിവിജ്വൽ ക്ലാസ്സിൽ റീസെൻറ്റ് അപ്ഡേഷനും കൂടി പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hour ആപ്ലിക്കേഷൻ. ഏത് സമയത്തും ഇപ്പോൾ സ്റ്റുഡൻറ്റ് മോർണിംഗ് ആ ഡ്യൂട്ടിയുടെ ഇടയിൽ ഒരു 10 to 15 minutes ഫ്രീ ആണെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ നോക്കാം. ആ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ മാക്സിമം ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ടാൻജൻറ്റിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എലൈഡ് അതുപോലെ തന്നെ ജർമ്മൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ +2 നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ +2 കഴിഞ്ഞവർക്ക് ഒരുവിധം എല്ലാ കോഴ്സസിനും ജർമ്മനിയിൽ വളരെയധികം എൻട്രി ഉണ്ട്. ഇപ്പോൾ അത് എഞ്ചിനീയറിംഗ് ആയാലും ശരി, നഴ്സിംഗ് ആയാലും ശരി, ഫിസിയോതെറാപ്പി ആയാലും ശരി. പക്ഷേ അവരുടെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 പാസ്സാവണം. അപ്പോൾ ജർമ്മനിൽ A1 ഉണ്ട്, A2 ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്. ഈ B2 പാസ്സായാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ജോബിനാണെങ്കിലും ശരി, അതുപോലെ തന്നെ പഠിക്കാനാണെങ്കിലും. അപ്പോൾ ആ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരിക. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് +1 പഠിക്കുന്ന കുട്ടികൾ വരെ ഓൾമോസ്റ്റ് ജർമ്മനിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം +2 കഴിഞ്ഞ് ഇവർക്ക് പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഫോക്കസ്ഡ് ആണ്. പണ്ടത്തെ സിസ്റ്റം പോലെയല്ലേ. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് വളരെ ഫോക്കസ്ഡ് ആണ്. ഒരു 3 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് പ്ലാൻ പോലെ ഇപ്പോൾ കറൻ്റ്ലി അവർക്കുണ്ട്. പാരൻസ് അതുപോലെ തന്നെ, പാരൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു കരിയർ അവർക്ക് എന്തായാലും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടും. വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രധാന സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7 വർഷങ്ങൾക്കിപ്പുറം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഒരു തൃശ്ശൂരിലെ ഒരു പ്രാദേശിക സ്ഥാപനം എന്നതിനപ്പുറം ലോകമെമ്പാടും വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഏകദേശം 100-ലേറെ ട്രെയിനർമാരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. അപ്പോൾ ഈ 100-ലേറെ ട്രെയിനർമാരെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് മാനേജ് ചെയ്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഈ സാധ്യതകൾ ഈ പുതിയ അക്കാദമിക് ഇയറിൽ ഇനി എത്രത്തോളം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ മുന്നേ ഒരുപാട് കോവിഡിൻ്റെ മുന്നേ വരെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ടെൻഷനായിരുന്നു. കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. കൺഫ്യൂഷൻസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് നമുക്ക് പറ്റുമോ, ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ഒരു പ്രസൻസ് എത്രത്തോളം ഉണ്ടായിരിക്കും. അതെ നമുക്ക് അവിടെ ഡയറക്റ്റ് ഒരു ഓഫ്ലൈൻ ക്ലാസ് പോയി കഴിഞ്ഞാൽ എക്സാം പാസ്സാവും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഒരുപാട് കുട്ടികൾക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സമയം അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് വരുന്ന അഡ്മിഷൻസ് എന്ന് പറയുമ്പോഴും ഈ തൃശ്ശൂർ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന് ശേഷമാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നതിന് ശേഷമാണ് നമുക്ക് കുട്ടികൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, ഓൺലൈനായിട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. നമ്മൾ ആ സമയത്ത് നമ്മളൊരു സിലബസും കരിക്കുലം ഒക്കെ നമ്മൾ തന്നെ റീഡിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വന്നു. നമുക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതുവരെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് നിന്നിട്ട് അതൊന്ന് പെട്ടെന്ന് ഓൺലൈനിലേക്ക് മാറുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസുകൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ട്രെയിനേഴ്സ് അവർക്ക് ക്ലാസ് റൂം ട്രെയിനിങ് അല്ല. അപ്പോൾ അവർ പല കുട്ടികളും ട്രെയിനേഴ്സ് അവരുടെ വീട്ടിൽ നിന്നായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. കൂടുതൽ ക്യാപ്സ്യൂൾ ക്ലാസ്സസിലേക്ക് ഞങ്ങൾ പോയി. കൂടുതലും ക്യാപ്സ്യൂൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പായിട്ടുള്ള സബ്ജക്റ്റ് മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പണ്ടൊരു ക്ലാസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങൾ മുമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ 3 months അല്ലെങ്കിൽ 4 months ഒക്കെയാണ് ക്ലാസ്സസ് വന്നിരുന്നത്. പക്ഷേ ഞങ്ങൾ അതൊരു 15 daysൻ്റെ ഉള്ളിൽ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ ക്യാപ്സ്യൂൾ സൈസാക്കി പരുവത്തിലാക്കി. അതിൻ്റെ ക്രിസ്പ് മാത്രം മതി. ആ ക്രിസ്പ് ആ സ്റ്റുഡൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ പരീക്ഷ പാസ്സാവും. അപ്പോൾ ഈ 3-4 മാസം എന്നുള്ള സബ്ജക്റ്റേ മാറി 3 days ക്രാഷ് കോഴ്സ്. ഓക്കെ, ഓൾമോസ്റ്റ് 15 days ക്രാഷ് കോഴ്സ്, 15 hours ക്ലാസ്, അതുപോലെ തന്നെ 6 to 7 hours ക്രാഷ് ക്ലാസ്. ഈ രീതിയിലേക്ക് ഞങ്ങൾ അതിനെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഇപ്പോൾ പലർക്കും ട്യൂട്ടേഴ്സ് കണ്ടിന്യൂസ് ഡ്യൂട്ടീസ് ഉണ്ടാവും. കണ്ടിന്യൂസ് ഡ്യൂട്ടീസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മിനിമൽ ടൈമിൽ അവർക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊടുക്കുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ സപ്പോർട്ടായാലും ഈ ഉള്ള കണ്ടൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്തിട്ട് മെയിൻ പോയിൻറ്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് മാക്സിമം ടിപ്സ് കൊടുത്തിട്ട് റിസൾട്ട് കൊണ്ടെത്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കുറേ അഡ്മിഷൻസൊക്കെ നമുക്ക് കൂടി വരുന്നത്. 3 days 15 days ക്രാഷ്. പണ്ട് ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് 4 month ക്ലാസ്, 3 month ക്ലാസ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും 3 month ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ടെസ്റ്റ് പണി കാണാറുണ്ട്. ഞാൻ കുറ്റം പറയില്ല, എന്നാൽ പോലും അതിൻ്റെ ഒന്നും നീഡില്ല. ഒരു 15 hours ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ പ്രോമെട്രിക്കിൻ്റെ ഒരുവിധ എക്സാംസ് ഒക്കെ പാസ്സാവും. പക്ഷേ അതിൻ്റെ കൊടുക്കുന്ന ക്രിസ്പായിട്ട് കൊടുക്കണം. വളരെ വാസ്റ്റ് ഇലാബറേറ്റീവായിട്ട് നമ്മൾ BSc നഴ്സിങ്ങിന് പോകുന്ന രീതിയിൽ ക്ലാസ്സസ് കൊടുത്തിട്ട് കാര്യമില്ല. ക്രിസ്പായിട്ടുള്ള മിനിമൽ ടൈമിൻ്റെ ഉള്ളവർക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന രീതിയിൽ അതിൻ്റെ കണ്ടൻറ്റിനെ എന്ത് ചെയ്യുക, കൺസൈസ് ചെയ്യുക. കൺസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് എളുപ്പത്തിൽ
എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതെങ്ങനെ പഠിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു കൊടുക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം കരിയർ ഫോക്കസറാണ്, ഓവറായിട്ട് കരിയർ ഫോക്കസറാണെന്നൊക്കെ അവരെ പറ്റി നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും അവർക്ക് അതിനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് പലപ്പോഴും ലഭിക്കാറില്ല. മെൻ്റലി അവരെ ഹെൽപ്ഫുൾ ആക്കാനുള്ള എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ടും അവരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അവരുമൊത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? കൂടുതലും കുട്ടികൾക്ക് കേപ്പബിലിറ്റിയുടെ പ്രോബ്ലംസ് അല്ല കൂടുതലുള്ളത്. ഒരുവിധം നേഴ്സസ് അല്ലെങ്കിൽ ഏത് കോഴ്സിലും സ്റ്റുഡൻസ് ഒക്കെ ആവറേജ് പെർഫോമൻസ് പക്ഷേ അവരുടെ ഞാൻ പറഞ്ഞില്ല ചില ബാക്ക്ഗ്രൗണ്ട്സ് ആണ് അവരുടെ പ്രശ്നം. പണ്ട് പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ് കുറച്ച് ട്രോമാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീ പഠിക്കില്ല, നീ പൊട്ടനാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ഒരു ടീച്ചറും പറയാൻ പറ്റില്ല, തമാശയ്ക്കാണെങ്കിലും. കാരണം ഇതൊക്കെ ഒരു കുട്ടി ഉണ്ട് എൻ്റെ അവിടെ, എനിക്ക് പേര് പറയാൻ പറ്റില്ല. ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന വഴിക്ക് പറയാം, ഞാനേ പഠിക്കില്ല എന്നാണ് എൻ്റെ ടീച്ചർമാരൊക്കെ പറയണേ, പാസ്സാവുമോ സാറേ? ഞാൻ പറഞ്ഞത് ഡെഫിനറ്റ്ലി പാസ്സാവും. ആ കുട്ടി പാസ്സായി പോയി. അപ്പോൾ ആ കുട്ടിക്ക് അതോടുകൂടി ആ ഒരു ട്രോമയിൽ നിന്ന് ആൾ റിലീവ് ചെയ്തു, ആളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ ഒരു ടീച്ചറാണ് ബേസിക്കലി ആ ബേസിക് കാര്യം ചെയ്യേണ്ടത്, ആ സ്റ്റുഡൻസിന് കോൺഫിഡൻസ് കളയരുത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺഫിഡൻസ് കളഞ്ഞുകൊണ്ടിരിക്കും. ഈ പണ്ടത്തെ ഒരു ട്രെയിനിങ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം അതൊരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എപ്പോഴും പോസിറ്റീവായിട്ട് എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടിയാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കോൺഫിഡൻസ് ബിൽഡാവും. പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ തോന്നും. പലരും കണ്ടിട്ടുണ്ടാവും, പല കുട്ടികളും ഒരു കണ്ടംപററി സ്റ്റൈലിലൊരു രീതിയിൽ ഇങ്ങനെ ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരിക്കും. അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ചെറുപ്പം മുതലേ അവർ അടിച്ച് താഴ്ത്തിയിട്ടിരിക്കുക. അത് വളരെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ഫീബിളാണ്. പണ്ടൊക്കെ ഒരു ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ 5-6 പേരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞാലും അവരും മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഇപ്പം അങ്ങനെ വെച്ചാൽ ഒരു കുട്ടിയാണ് ഒരു വീട്ടിൽ. ഇപ്പോൾ 2 കുട്ടികളുണ്ട്, ഒരാൾ ഉണ്ടാവില്ല, ആൾ പുറത്തായിരിക്കും. ഓട്ടോമാറ്റിക്കലി മിങ്കിൾ ചെയ്യാൻ ആരുമില്ല. പിന്നെ വേറൊരു പ്രശ്നം മൊബൈൽ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് വീക്കായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്ത് ഒരു എക്സാം എഴുതുന്ന സമയത്ത് അവരുടെ ആങ്സൈറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചോദിക്കും ബർത്ത് ഓർഡർ എന്താണ്? ഈ ബർത്ത് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും താഴെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവുക. ഇനി ഒരു സിംഗിൾ കുട്ടിയാണെങ്കിൽ ഒന്നും പറയണ്ട, മൊത്തം പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അവിടെ മുതൽ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഡേ 1 മുതൽ അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. എന്നാലേ ഈ കുട്ടി റിസൾട്ടിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ ഈ കുട്ടി റിസൾട്ടിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. ഇപ്പോൾ നമ്മൾ SLCയുടെയും +2ൻ്റെയൊക്കെ റിസൾട്ട് വരാനിരിക്കുകയാണ്. പലരും ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതായിരിക്കണമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പലരും കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ വെച്ചിട്ടാണ് തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പരസ്യ പ്രചരണങ്ങൾ, അതിൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ വലിയ സെലിബ്രിറ്റികളുടെ വലിയ പരസ്യ ഹോൾഡിങ്ങുകൾക്കപ്പുറം നമ്മൾ ഒരു സ്ഥാപനത്തെ ചൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ട്, നമുക്കറിയാം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടക്കുന്നുണ്ട്. അത് റിസൾട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഒരുപാട് നമ്മുടെ വിഷൻ ലേണിംഗ് മാത്രമല്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നമ്മൾ പരസ്യം മാത്രം കണ്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്യാതെ നമ്മൾ കോഴ്സ് അവിടെ ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ നോക്കണം. ആ റിസൾട്ടുകൾ ജെനുവിൻ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ നമ്മുടെ തന്നെ റിസൾട്ടുകൾ തന്നെ കുട്ടികളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാം. അവരോട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഏത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ റിസൾട്ടുകൾ ജെനുവിൻ ആണോ, അവർ ക്ലാസ് എടുക്കുന്ന ട്രെയിനേഴ്സ് അതിന് ക്വാളിഫൈഡ് ആണോ. അപ്പോൾ പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പല കോഴ്സുകൾക്ക് നമ്മൾ ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവർ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് അവർ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം ക്ലാസ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് പരസ്യത്തോടും കൂടി മാത്രമല്ല, അവർക്ക് ക്ലാസ് എങ്ങനെയാണെന്ന് നോക്കി അതുപോലെ തന്നെ നമ്മൾ റീഫണ്ടും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് അവിടുത്തെ റിസൾട്ടുകൾ ജെനുവിനാണെന്ന് നോക്കി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ പരസ്യം മാത്രം കണ്ടിട്ട് പോവാതെ പഠിച്ച് പാസ്സായിട്ടുള്ള കുട്ടികൾ അവർ പറയുന്നതാണ് അവരുടെ എക്സ്പീരിയൻസ്. അത് അവർക്കറിയാം അവരെങ്ങനെയാണ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ അവിടെ ഒരു എക്സ്പീരിയൻസിനേക്കാൾ വലുതായി അതിനൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിലും അവർക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പോൾ വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള വളരെയധികം കാലിക പ്രസക്തിയുള്ള കോഴ്സുകളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്രയും വർഷങ്ങളായിട്ടുള്ള നിങ്ങളൊരു ക്രെഡിബിലിറ്റിയും വളരെ ഗംഭീരമായിട്ടാണ് പോകുന്നത്. ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടി ടെസ്റ്റിമോണിയൽ പറയാൻ വരെ തയ്യാറാണ്. പുതിയതായിട്ട് കടന്നു വരുന്ന ഈ മേഖലയിലേക്ക് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി, ഒരു പാത്ത് എങ്ങനെയാണ്? അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെയാണോ? വിഷൻ ലേണിങ്ങിലേക്ക് നമുക്ക്
അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നമ്മളൊരു കുട്ടിയുടെ അടുത്ത് വെറുതെ വന്ന് അഡ്മിഷൻ എടുക്കാൻ നമ്മൾ പറയില്ല. നമ്മുടെ റിസൾട്ടുകൾ ഓരോ റിസൾട്ടുകൾ നോക്കി അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അവർ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ പേജുകളുണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്. അത് ഓരോ കോഴ്സുകൾക്കും ഓരോ പേജുകൾ നമുക്ക് വരുന്നുണ്ട്. IELTS, ജർമ്മൻ, അങ്ങനെ പല കോഴ്സുകൾക്കും ഒരുപാട് അതിൻ്റേതായിട്ടുള്ള ഓൺലൈൻ പേജുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് നോക്കി അവർക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മുടെ അവിടെ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസൾട്ടുകൾ കണ്ട് അവർക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ നമ്മുടെ അവിടേക്ക് ജോയിൻ ചെയ്യാം. വിഷൻ ലേണിംഗ് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിലാണ് എല്ലാ റിസൾട്ടും നമ്മൾ ജോയിൻ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇൻഡിവിജ്വലി ഓരോ കോഴ്സസിന് ഓരോ പേജസ് ഉണ്ട്. ഇപ്പോൾ IELTS സെപ്പറേറ്റ് ഉണ്ട്, PT സെപ്പറേറ്റ് ഉണ്ട്, അലൈഡ് ഹെൽത്ത് സയൻസിന് സെപ്പറേറ്റ് ഉണ്ട്. ഇതൊക്കെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷൻ ലേണിംഗിൻ്റെ റിസൾട്ട്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഈ പേജസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി അതിനുശേഷമാണ് കൂടുതൽ കുട്ടികളും കൺവിൻസ്ഡ് ആയിട്ട് നമ്മുടെ അത് വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് അവിടെ മനസ്സിലാക്കാം. സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഇതുവരെയുള്ള എല്ലാ റിസൾട്ടുകളും ഒറ്റ പേജിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ് ആക്ടിവിറ്റീസ്, നമ്മൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്, ഓരോ ഡേയ്സ് പല ഡേയ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്ത് പല ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ക്ലാസ് കൊടുക്കുന്നു. അതിന് എന്തിനെ കുറിച്ചിട്ടാണ് ക്ലാസ്സസ്, ഇനിയിപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സസ് എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പബ്ലിക്കേഷൻസ് കംപ്ലീറ്റ് വിഷൻ ലേണിംഗ് തൃശ്ശൂർ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് നോക്കിയിട്ടാണ് കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ അവിടെ ജോയിൻ ചെയ്യുന്നത്. എന്തായാലും വിഷൻ ലേണിംഗ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏകദേശം 7 വർഷങ്ങൾക്കപ്പുറം വളരെ വലിയൊരു വിജയഗാഥയുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് തലമുറകൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങട്ടെ. 5000 വിദ്യാർത്ഥികൾ എന്നതിൻ്റെ കൂടെ വീണ്ടും പൂജ്യങ്ങൾ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കട്ടെ. അതിലൊരുപാട് പേർ വിദേശത്ത്, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും മലയാളികളുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും വിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ജോലിക്കാരായി മാറട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പുതിയ അക്കാദമിക് ഇയർ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു.